ഹായ്, ഇന്ന് ഞായറാഴ്ചയാണ്. എല്ലാവരും ഫ്രീ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇന്നിപ്പോൾ എല്ലാവരും ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ക്ലാസ് കേട്ടാലോ? പ്രത്യേകിച്ചും സംഘികൾക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്. ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേര് ജെറുസലേം റീന അമ്മച്ചി ടീച്ചർ. താല്പര്യമുള്ളവർക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാം. സംഘികൾ പ്രത്യേകിച്ചും കേൾക്കേണ്ട ക്ലാസ്സാണിത്. തുടങ്ങിക്കോളും. എത്രയോ സമയങ്ങളാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്തത്. അയ്യോ പാവം റീന ടീച്ചർ. എത്ര പ്രാവശ്യമാണ് റീന ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കുന്നത്? സംഘികളെ എന്താണ് സംഘികളെ നിങ്ങളിത് പഠിക്കാത്തത്, മനസ്സിലാക്കാത്തത്? സംഘികളെ പാവം റീന ടീച്ചർ. എന്തുപോലൊരു സങ്കടം അതിൻ്റെ മുഖത്ത് വരുന്നത്. കഷ്ടം തന്നെ. ഇനിയെങ്കിലും മനസ്സിലാക്കി പഠിക്കണേ സംഘികളെ നിങ്ങളെ. ഇന്നും പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ഞാൻ എന്റെ പരമാവധി സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ട് പാവം തോന്നുന്നതാണ് ആ സംഘികളെ നിങ്ങൾക്ക്. റീന ടീച്ചർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ്, എത്ര സ്ട്രെങ്ത് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലാക്കിയടാ സംഘികളെ. ഇനിയെങ്കിലും മനസ്സിലാക്കിയടാ സംഘികളെ. അതെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? ഇല്ലേ? എന്തിന് എന്ത് കുന്തത്തിന് പഠിപ്പിച്ചു? എന്നിട്ട് പോലും ഇന്നും പലർക്കും ഇത് മനസ്സിലായിട്ടില്ല. ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് കല്ലിനെ കൊണ്ടപ്പോഴത്തേക്കും മണിക്കുട്ടൻ, നല്ല പേര് എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുങ്കുമവും ഇട്ട് കൊടുത്തിട്ട് 24 മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാച് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളും. വിവരം കെട്ടവന്മാരെ, നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു? നിന്റെ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ലേടാ ഊളകളെ? അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മച്ചി, അങ്ങനെ പറഞ്ഞു കൊടുക്ക് സംഘികൾക്ക്, അങ്ങനെ പറഞ്ഞു കൊടുക്ക അമ്മച്ചി. എടാ വേട്ടാവളിയൻ സംഘികളെ, എടാ ചാണക സംഘികളെ, എടാ തലച്ചോറില്ലാത്ത സംഘി പൊട്ടന്മാരെ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എടോ നീയൊക്കെ നിന്റെ മതത്തിൽ നിങ്ങളൊക്കെ ആരാധിക്കുന്ന ദൈവത്തെയാണ് കല്ലാണ്, മണിക്കുട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ ഊളകളെ? ഇതേപോലുള്ള തിർസംഘികളും പിന്നെ എസ് മുസ്ലിം എന്നും പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതത്തെ ഉപേക്ഷിച്ച് വന്നെന്ന് പേരും പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതത്തെ 24 മണിക്കൂർ കുറ്റം പറയുന്ന ജാമിതയായാലും ശരി, ആരിഫ് കുഷ്യനായാലും ശരി, ആരിഫ് ബുഷ് ആയാലും ശരി, പിന്നെ തട്ടമിട്ടുകൊണ്ട് ഗുരുവായൂരമ്പലത്തിൽ പോയിട്ട് പട്ടി ഷോ കാണിക്കുന്ന ഹിന്ദുക്കളെ പറ്റിക്കുന്നത് ഒരു കഴിവാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആ ലേഡി ആയാലും ശരി, മൊത്തത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് വന്നിട്ട് നിങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാം മതത്തെ 24 മണിക്കൂർ കുറ്റം പറയുന്ന ഏത് നാറികളായാലും ശരി, പൊട്ടന്മാരായ സംഘികളെ, അവരെല്ലാം നിങ്ങളെ മൂഞ്ചിക്കണോ? ഇനി നിങ്ങൾക്കത് മനസ്സിലാകണില്ല. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ ബഹുമാനം കൊണ്ടോ ഒന്നും അല്ല അവർ നിങ്ങളെ ഇങ്ങനെ താലോട്ടിക്കുന്നത്. നിങ്ങളൊന്ന് കുനിഞ്ഞു നിന്ന് കൊടുക്ക്. നിങ്ങളുടെ അടിയിലെ കൊട്ട വരെ ഈ നാറികൾ കൊണ്ടുപോകും. ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന കുറെ നാറികൾ 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് മുഹമ്മദ് നബിയെയും അള്ളാഹുവിനെയും ഇസ്ലാം മതത്തെയും വളരെ മോശമായിട്ട് ആക്ഷേപിക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സംഘികളെ നിങ്ങൾക്ക് തൃപ്തിപ്പെടാം. പക്ഷെ അത് വെറും പകൽക്കിനാവാണ്. കണ്ണ് തുറന്നു നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ശൂന്യമായിരിക്കും അത്. ഈ കുറെ നാറികൾ ഇസ്ലാമിന് 24 മണിക്കൂറും സോഷ്യൽ മീഡിയയിൽ കുറ്റം പറയുന്നുണ്ട്. ഇസ്ലാം മതത്തിന് ഈ മൈരാണ്. അത് മനസ്സിലാക്കാനുള്ള കഴിവ് സംഘികളെ നിങ്ങൾക്ക് ഉണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ തലച്ചോറുണ്ടാകണം. ചാണകം കുത്തിയാൽ പോരാ, ചാണകം തലയിൽ ഉണ്ടായാൽ പോരാ. അതുപോലെ ക്രിസ്ത്യാനികൾ യേശു എന്നുള്ള പേരിലും ജീസസ് എന്നുള്ള പേരിലും ഒക്കെ ആയിട്ട് ഏതോ ഒരു ദൈവത്തെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർ വിളിക്കുന്ന ദൈവം ആരെന്നറിയത്തില്ല. പെന്തക്കോസുകാരാ, ഇനിയെങ്കിലും മനസ്സിലാക്കുക. ക്രിസ്ത്യാനിയെ, കത്തോലിക്ക, ഓർത്തഡോക്സുകാരാ, യാക്കോബിറ്റുകാരാ, നീ വിളിക്കുന്ന ഒരു സാത്താനെയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്ക്. ദൈവവചനത്തിൽ ദൈവവചനം എന്ന് പറഞ്ഞ ഫോൺ എടുത്ത് കാണിച്ചോണ്ടിരിക്കുക. എന്താണ്ടൊക്കെ പിച്ചുമ്പയും പറയുന്നുണ്ട്. അപ്പൊ ജെറുസലേം അമ്മച്ചിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സംഘികളെ മൊത്തം മതം മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യത്തുകൂടിയാണ് ഈ ജെറുസലേം അമ്മച്ചിയുടെ മെയിൻ ഉദ്ദേശം. അതവിടെ കിടക്കട്ടെ. അപ്പോൾ സംഘി പൊട്ടന്മാരെ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് ഈ തിർസംഘികൾ ക്ലാസ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എക്സ് മുസ്ലിം വന്ന് ക്ലാസ് എടുക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ എസ് മുസ്ലിമുകൾ കുറേ ഇസ്ലാം മതത്തെ കുറ്റം പറയുന്നുണ്ടോ അത്യാവശ്യം നിങ്ങൾക്ക് ഒരു തൃപ്തിപ്പെട്ടു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷം, ഒരു മനസ്സുഖം, അത്രയൊക്കെ തന്നെ അതിലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഒരു മൈരം കിട്ടാൻ പോണില്ല. പിന്നെ ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന ഈ ഊളകൾക്കും
പിന്നെ കുറച്ച് ത്രിസംഖ്യ ഊളുകൾക്കും നിങ്ങളെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറച്ച് കാശും കാര്യങ്ങളും കുറച്ച് പേരും പ്രസിദ്ധിയും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ ഈ മുട്ടാമണി തടവിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇനി നിങ്ങൾക്ക് ഞാനൊരു ക്ലാസ് എടുത്തു തരാം, അതൊന്ന് വേണമെങ്കിൽ കണ്ടോളൂ. അതിലെങ്കിലും ജസ്റ്റ് ഒന്ന് ബുദ്ധി വന്നോട്ടെ. जय गौ माता की दोस्तों, कुछ लोग समझते हैं कि गौमूत्र और गोबर का पान कैसे करें। ആ മിത്രങ്ങളെ, ഈ സ്വാമിജി ഹിന്ദിയിൽ പറയുന്നത് ഗോമൂത്രത്തിൻ്റെ ഗോമൂത്രം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ക്ലാസ്സാണ്, കാണണം. ഓക്കെ, ഗോമൂത്രം ദിസ് ഈസ് ഗോചാണകം, അതിനെക്കുറിച്ചാണ് പറയുന്നത്, കണ്ടു. लेकिन ये अमृत है, इसका पान करेंगे आपको बड़ा अच्छा महसूस होगा, आपका शरीर में भी अच्छा फायदे होंगे और आपका मन भी सात्विक बनेगा। देखिए ये आपके सामने ये गोमय गोबर है, दिख रहा है आपको, ये गौशाला में बैठा हूं मैं, और ये देखिए गोबर, और ये आपके सामने मैं खा रहा हूं। സ്വാമിജി ആ ചാണകം കയ്യിലെടുക്കുന്നത് കണ്ടോ? ചാണകത്തിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്. ചാണകം ഏതൊക്കെ രീതിയിൽ കഴിക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ കഴിച്ചാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നാണ് സ്വാമിജി പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. इसको खाना कैसे है, आपको अच्छा सा चबाएं, उसका रस अंदर पिए, या कहीं रस निकाल के कपड़े से भी आप पी सकते हैं, लेकिन ये मैं आपके सामने खा रहा हूँ। ये करीब 4 महीनों से तो मैं प्रतिदिन कर रहा हूँ। ये देखिए, ये इस प्रकार से अब रस इसका निचोड़ के जो बचे वो वापिस आप बाहर निकाल सकते हैं। ये देखिए, क्या आनंद आ रहा है। जय गौ माता की। ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ ഈ ഗോമൂത്രവും ഈ ചാണകവും കുറച്ച് ജയ് ശ്രീറാമും ഒക്കെ വിളിച്ചുകൊണ്ട് ഈ എസ് മുസ്ലിം എന്ന് പറയുന്ന അവന്മാരും പിന്നെ കുറച്ച് നിരീശ്വരവാദികളും കുറച്ച് ത്രിസംഖികളും പിന്നെ ആരാ കുറച്ച് സംഗിനി താത്തമാരും ഇവരെല്ലാവരും ചേർന്ന് ഇസ്ലാമിനെ 24 മണിക്കൂറും കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് കളിയാക്കുന്നത് കണ്ടുകൊണ്ട് കൈകൊട്ടി ചിരിച്ചുകൊണ്ട് അതിൽ ആഹ്ലാദം കാണാൻ മാത്രമേ സംഘമിത്രങ്ങളെ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളൂ. അവർ നിങ്ങളെ മൂജിച്ചുകൊണ്ട് പൈസ സമ്പാദിച്ച് നല്ല അടിപൊളിയായി ജീവിതവും നയിക്കുന്നുണ്ട് ഈ എസ് മുസ്ലിം എന്ന് പറയുന്നവന്മാർ. അതെല്ലാം കണ്ട് വായിൽ വിരൽ ഇട്ടുകൊണ്ട് മൂഞ്ചിക്കൊണ്ടിരിക്കാം സംഘമിത്രങ്ങളെ നിങ്ങൾക്ക്. പിന്നെ ഒരേ ഒരു ആശ്വാസം, എന്തൊക്കെ ആയാലും എന്താ പറയുക, ഇസ്ലാമിനെ ഇവരെല്ലാവരും ആക്ഷേപിക്കുന്നുണ്ടല്ലോ, അതൊരു തൃപ്തി എന്ന് ആസ്വദിക്കാം, അത്ര തന്നെ. क्या आनंद आ रहा है। जय गौ माता की।